guys, welcome to our YouTube channel. ഇന്നൊരു ബ്യൂട്ടി ടിപ്സ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. വീട്ടിൽ തന്നെ നമുക്ക് എങ്ങനെ ടാൻ റിമൂവ് ചെയ്യാമെന്നുള്ള ടിപ്പാണ് ഞാൻ പറഞ്ഞു തരുന്നത്. നമുക്ക് വീട്ടിൽ തന്നെ വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒരു ടിപ്പാണ്. നമ്മുടെ ഗേൾസിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഫേസ് എപ്പോഴും ഗ്ലോ ആയിട്ട് ബ്രൈറ്റ് ആയിട്ട് ഇരിക്കാനായിരിക്കും നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലേ. നമ്മുടെ ഫേസ് എപ്പോഴും ക്ലിയർ ആയിട്ടും ബ്രൈറ്റ് ആയിട്ടും നല്ല ഗ്ലോ ആയിട്ട് ഇരിക്കുകയാണെങ്കിൽ നമുക്കൊക്കെ നല്ല ഹാപ്പി ആയിരിക്കും. എല്ലായിടത്തും പോകുമ്പോഴും നമുക്ക് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് നമുക്ക് എവിടെ വേണോ ഫേസ് ചെയ്യാൻ പറ്റും. വേറെ യൂട്യൂബ് ചാനലിലൊന്നും ഞാൻ ഈ ടിപ്സ് പറയുന്നത് കണ്ടിട്ടില്ല. ഞാനൊരു കോളേജ് ടൈം കഴിഞ്ഞപ്പോൾ മുതൽ ട്രൈ ചെയ്ത ഒരു സംഭവമാണിത്. വേറെ ആരും ഇത് ചെയ്തതായിട്ട് പറഞ്ഞതും എനിക്കറിയില്ല. എനിക്കിത് എങ്ങനെ അറിയാമെന്ന് ചോദിച്ചാൽ അതും എനിക്കറിയില്ല. ഞാൻ എങ്ങനെയോ വെറുതെ ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എനിക്കത് എഫക്റ്റായിട്ട് തോന്നി. ഈ കുട്ടി ടിപ്പ് നിങ്ങൾക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് ഞാൻ വിചാരിച്ചു. ഒരു 4-5 വർഷം മുന്നേയുള്ള എൻ്റെ ഫോട്ടോസ് ഞാനിവിടെ കാണിക്കാം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇപ്പോഴുള്ള ചേഞ്ച്. അപ്പോൾ ടാൻ ഒരുപാട് എൻ്റെ മുഖത്തുനിന്ന് റിമൂവ് ആയിട്ടുണ്ട്. ടാൻ റിമൂവ് ചെയ്യാൻ വേണ്ടി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ഏറ്റവും കൂടുതൽ എന്നെ ഹെൽപ്പ് ചെയ്തിട്ടുള്ള ഒരു സംഭവമാണിത്. ഞാനങ്ങനെ പുറത്തുനിന്ന് മേടിച്ച് ഫേസ് പാക്ക് ആയാലും ക്രീം, സിറം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഞാൻ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ വീട്ടിൽ തന്നെ കിട്ടുന്ന ചില പൊടിക്കൈകളൊക്കെ ഇങ്ങനെ ഉപയോഗിക്കാറുണ്ട്. വെറുതെ ഇങ്ങനെ പരീക്ഷിച്ച് നോക്കാറുണ്ട് വീട്ടിലൊക്കെ നിൽക്കുന്ന സമയത്ത്. അങ്ങനെ ഞാൻ ചെയ്ത് നോക്കി എനിക്ക് നല്ലതാണെന്ന് തോന്നിയ ഒരു കാര്യമാണ്. ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ കുഞ്ഞുകുട്ടികളായാലും വലിയവരായാലും തീരെ കുഞ്ഞു മക്കൾക്കൊക്കെ ഉപയോഗിക്കാവൂ എന്ന് എനിക്കറിയില്ല. എൻ്റെ സബ്സ്ക്രൈബേഴ്സിൽ കുഞ്ഞു കുട്ടികളൊക്കെ ഒരുപാടുണ്ട്, എനിക്കറിയാം. അപ്പോൾ ഞാൻ ഉപയോഗിച്ച് തുടങ്ങിയത് എൻ്റെ 19 വയസ്സ് 20 വയസ്സ് ആ ഒരു സമയത്തൊക്കെയാണ് ഞാൻ യൂസ് ചെയ്ത് തുടങ്ങിയത്. അതുകൊണ്ട് കുട്ടികൾ ഉപയോഗിക്കണം എന്ന് ഞാൻ പറയില്ല. ഇതിൽ സൈഡ് എഫക്റ്റ് ഒന്നും ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എനിക്കുണ്ടായിട്ടില്ല. കാരണം ഇത് നാച്ചുറൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഞാൻ അധികം നീട്ടി നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല. അപ്പം നമ്മൾ കാര്യത്തിലേക്ക് കടക്കാം. അപ്പം ഞാനിത് യൂസ് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. എല്ലാവരുടെയും വീടുകളിൽ കിട്ടുന്ന ഒരു സംഭവമാണ് ഇത്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, നമ്മുടെ ഇവിടെ കൊച്ചങ്ങ എന്ന് പറയും, പിന്നെ ചിലടത്ത് മച്ചിങ്ങ, വെള്ളക്ക എന്നൊക്കെ പറയും. നമ്മുടെ തെങ്ങിൽ നിന്ന് കിട്ടുന്നതാണിത്. അറിയാമല്ലോ നിങ്ങൾക്ക്. ഓക്കെ, കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. നിങ്ങളുടെ അവിടെയൊക്കെ ഇതിന് എന്താ പേര് പറയണേന്നൊന്ന് പറയണേ. ഇതിനി എങ്ങനെയാണ് ഞാനിത് യൂസ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ഒറ്റ സാധനം മതി, വേറെ ഒന്നും ഇതിൽ വേണ്ട. അപ്പോൾ നമുക്കിത് ചെയ്യാൻ വേണ്ടിയിട്ട് ആവശ്യമുള്ളത് ഇതും ഒരു കല്ലും, ഇത് ഉരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഒരു കല്ലും നമുക്ക് വേണം. അപ്പം ഞാനിപ്പോൾ തുണി അണിക്കുന്ന കല്ലിലിട്ട് തന്നെ ഉരച്ച് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമുക്ക് തറയിലൊക്കെ കിടന്നല്ലേ കൊച്ചങ്ങ കിട്ടുന്നത്. അതുകൊണ്ട് നമുക്ക് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം. ഫേസിലൊക്കെ അപ്ലൈ ചെയ്യാനുള്ളതല്ലേ, നന്നായിട്ടൊന്ന് വാഷ് ചെയ്തിട്ട് ഈ പുറം തോടൊക്കെ ഒന്ന് നമുക്ക് ഇളക്കി കളയാം. ഈ കാണുന്ന ആ വെള്ള പോർഷനാണ് നമ്മൾ ഉരയ്ക്കുന്നത്. ഞാനിത് ഉരച്ചിടുന്ന സമയത്ത് ഇതിന്റെ ആത്മാവ് വരെ ഉരച്ച് തീർക്കാറുണ്ട്. ചമ്മന്തി പോലെ ഈ കിട്ടുന്ന സംഭവം നമുക്കിനി ഒരു ബൗളിലോട്ട് എടുക്കാം. ഒരു 3 കൊച്ചങ്ങ കല്ലിൽ ഉരച്ചപ്പോൾ കിട്ടിയതാണ് ഇത്രയും. ഇതിൽ നമ്മളിനി വെള്ളമൊന്നും ആഡ് ചെയ്യില്ല. ഇത് നേരെ മുഖത്ത് തേക്കുകയാണ് ചെയ്യുന്നത്. ഇത് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും നമ്മുടെ ഒരു ചമ്മന്തിയുടെയൊക്കെ ഒരു കൺസിസ്റ്റൻസിയിലാണ് കിട്ടുന്നത്. നമ്മൾ ഇത് ഉരയ്ക്കുന്ന സമയത്ത് ആദ്യം ഒരു വൈറ്റ് കളറിലാണ് വരുന്നത്. കുറച്ച് കഴിയുമ്പോഴേക്കും ഇത് കളർ മാറും, ഇതുപോലെയാകും. നമ്മൾ ഫേസിൽ ഇടുമ്പോഴും അങ്ങനെ തന്നെ. ആദ്യം ഈ ഒരു ഇതാവും, കുറച്ച് ഉണങ്ങുമ്പോൾ ഡ്രൈ ആവുമ്പം നല്ല ഡാർക്ക് ബ്രൗൺ കളറാവും. അത് പിന്നെ ഇതിട്ടിരിക്കുന്ന സമയത്ത് ചെറുതായിട്ടൊന്ന് നമുക്ക് ഒരു കുത്തൽ പോലെ തോന്നും, ഒരു കാന്തുന്ന പോലെ തോന്നും. അത് കുഴപ്പമില്ല. ഇത് ഇട്ടിരിക്കാൻ പറ്റുന്നവർക്കൊരു 10-15 മിനിറ്റൊക്കെ ഇതിട്ട് നമുക്ക് വാഷ് ചെയ്ത് കളയാം. നമ്മുടെ മുഖം നന്നായിട്ട് ഞാൻ വാഷ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിത് ആദ്യമായിട്ടാണ് കണ്ണാടിയിലല്ലാതെ ഇടുന്നത്. അപ്പോൾ ക്യാമറയിൽ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യാം. ഞാനിപ്പോൾ ഫേസിൽ അപ്ലൈ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് ഡ്രൈ ആയി ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്കിപ്പോൾ കാണുമ്പോൾ തന്നെ മനസ്സിലാകുമായിരിക്കും റിസൾട്ട്. ഫേസ് കുറച്ചുകൂടെ ഗ്ലോ ആയിട്ടുണ്ട്. നമുക്ക് ടച്ച് ചെയ്യുമ്പോൾ നന്നായിട്ട് സ്മൂത്ത് ആയ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്, ഒരു ഫുൾ ക്ലിയർ ആയ പോലെ. എല്ലാ ദിവസവും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല. ഒന്നിടവിട്ട ദിവസങ്ങളിലൊക്കെ ഞാൻ ഇടാറുണ്ടായിരുന്നു. ഒരു 3 വർഷത്തിനൊക്കെ ശേഷമാണ് ഇപ്പോൾ ഞാനിത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരിടത്തും കൊച്ചങ്ങയൊന്നും കിട്ടാനില്ല. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യാനായിട്ട് അടുത്ത വീട്ടിൽ നിന്നാണ് കൊച്ചങ്ങ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. കൊച്ചങ്ങയുടെ കുറവ് കൊണ്ട് ഞാൻ കുറച്ച് എനിക്ക് കിട്ടിയുള്ളൂ. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസിൽ മാത്രമാണ് ഇപ്പോൾ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിച്ചത്. ഇടുന്ന സമയത്ത് നിങ്ങൾക്ക് കയ്യിലും നെക്കിലും ഒക്കെ കൂടെ അപ്ലൈ ചെയ്താൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. നിങ്ങൾ ചെയ്യുമ്പോൾ അങ്ങനെ കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു കാര്യം ആദ്യമായിട്ടാണ് നിങ്ങൾ കേൾക്കുന്നതെങ്കിലും കമൻറ്റ് ചെയ്യുക. ഇത് നിങ്ങൾ ആരെങ്കിലും ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ചെയ്ത് നോക്കി റിസൾട്ട് കിട്ടുവാണെങ്കിൽ കമൻറ്റ് ചെയ്യുക. റിസൾട്ട് കിട്ടിയില്ലെങ്കിലും കമൻറ്റ് ചെയ്യുക.
വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക. മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും ബൈ ഡിയേഴ്സ്.